ഹലോ എവരിവൺ, വെൽക്കം ടു മാത്സറോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLCയിലെ ചാപ്റ്റർ 8 ആയിട്ടുള്ള തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായി പറയാനുള്ളത് കൂടുതലായിട്ടും സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഷുവർ ആയിട്ടുള്ള 12 മാർക്ക് ചോദ്യങ്ങൾ വരയ്ക്കാനുള്ള ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ട്, കൺസ്ട്രക്ഷൻസ്, നിർമ്മിതികൾ. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കൺസ്ട്രക്ഷൻസ് വരുന്ന ചാപ്റ്ററാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് കണ്ടന്റുകളിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ കീ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. കീ പോയിന്റ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടൈപ്പിലുള്ള ബേസിക് ലെവൽ കാര്യങ്ങൾ, ഫുൾ കൺസെപ്റ്റ് ഈ ചാപ്റ്ററിന്റെ തീർത്ത് തരും. എന്നിട്ട് നമുക്ക് പാർട്ട് 2 ആയിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും, പക്ഷേ ഫുൾ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൂഫ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഇൻട്രോ ആയിട്ട് പറയാനുള്ളത്. സോ 10ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ടാൻജന്റ് എന്നതിനെ പറ്റിയിട്ടാണ്. എന്താണ് നിങ്ങളുടെ മനസ്സിൽ ടാൻജന്റ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ആദ്യമായിട്ട് ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് നമ്മുടെ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്. സോ ഇത് സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്, ഇത് എ ഇത് ബി, ഇത് സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിന്റിനെ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ടാൻജന്റ് അതല്ല. ഇതാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ലൈൻ. സോ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിലുള്ള ഏതെങ്കിലും ഒരൊറ്റ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനാണ്. അഥവാ തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ പുറത്ത് വരയ്ക്കുന്ന വരയാണ്. സർക്കിളിന്റെ പുറത്തുകൂടി വരയ്ക്കുന്ന വരയാണ്. സർക്കിളിന്റെ ഉള്ളിലേക്ക് അതിന് പ്രവേശനമില്ല. ഓക്കെ ആണല്ലോ. സർക്കിളിന്റെ ഉള്ളിലേക്ക് അത് കയറി കഴിഞ്ഞാൽ അത് സീക്കൻഡ് അല്ലെങ്കിൽ കോഡൊക്കെ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. സോ സർക്കിളിന്റെ പുറത്തുകൂടി വരയ്ക്കുന്ന വരയാണ്. പക്ഷെ വെറുതെ പുറത്തുകൂടെ വരയ്ക്കില്ല. സർക്കിളിലുള്ള ഏതെങ്കിലും ഒരൊറ്റ പോയിന്റിനെ ഒരു ടാൻജന്റ് തട്ടുള്ളൂ. ഒരു ടാൻജന്റ് വരച്ചാൽ അത് സർക്കിളുമുള്ള ഒരൊറ്റ പോയിന്റിനെ എക്സാക്ട്ലി ഇന്റർസെക്ട് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ. സോ ഇവിടെ സർക്കിളുമുള്ള ഒരു പോയിന്റാണ് എ. ഈ എയിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ആണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഇത് എ എന്ന് പറഞ്ഞ ലൈൻ പോയിന്റിനെ മാത്രമേ ഈ സർക്കിളിൽ എക്സാക്ട്ലി തട്ടിയിട്ടുള്ളൂ. ഇത് സർക്കിളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഓക്കെ ആണല്ലോ. സോ മലയാളത്തിലൊക്കെ പറഞ്ഞാൽ തൊടുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തൊടുന്ന് വരുന്നു, സർക്കിളിന്റെ തൊടുന്നു, ഏതോ ഒരു തൊടുക്ക് പോകുന്നു. ദാറ്റ് ഈസ് തൊടുവര. ഓക്കെ ആണല്ലോ. അതന്നെയാണ് ടാൻജന്റ്, അറിയാലോ. സോ ദെൻ നമ്മൾ ഈ ചാപ്റ്ററിലുള്ള ഫസ്റ്റത്തെ കണ്ടന്റ് പഠിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. വളരെ മിനിമൈസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഈ സർക്കിളിന്റെ നമുക്കറിയാം, ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന് എന്തായാലും ഒരു റേഡിയസ് ഉണ്ടാകും. സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്നവരെ. ഓക്കെ ആണല്ലോ. അതാണ് ആ സർക്കിളിന്റെ റേഡിയസ്, ആർ, മലയാളത്തിൽ ആരം. ഓക്കെ ആണല്ലോ. ഇനി ഈ ആർ എന്ന പോയിന്റ്, റേഡിയസ്, ഒരു പോയിന്റിലേക്ക് ഞാൻ റേഡിയസ് വരച്ചു, എ എന്ന പോയിന്റിലേക്ക് ഞാൻ റേഡിയസ് അല്ലെങ്കിൽ ആരം വരച്ചു. ആ പോയിന്റിലൂടെ ടാൻജന്റ് വരച്ചു. ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? റേഡിയസും ഉണ്ട്, ടാൻജന്റും ഉണ്ട്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ, ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അത് പഠിക്കാനുള്ള ട്രിക്ക്. സോ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, ടി എന്ന് പറഞ്ഞാൽ ടാൻജന്റ്. വെറുതെ ഒന്ന് കൂട്ടി വെച്ചോക്ക്, റൈറ്റ് എന്ന് വെച്ചാൽ മതി. ആറും ടിയും ഉള്ളൊരു വേർഡാണ് റൈറ്റ്. അപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞാൽ, റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? മട്ടകോൺ, ലംബകോൺ, റൈറ്റ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞാൽ 90 ഡിഗ്രി. അതുകൊണ്ടാണ് റൈറ്റ് ട്രയാംഗിൾ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാ? ആ റൈറ്റ് ട്രയാംഗിളിലുള്ള ഏതോ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് റൈറ്റ് ട്രയാംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു 90 ഡിഗ്രി എന്നുള്ള ആംഗിളിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുക. അപ്പോൾ ആർ ടി, ഇത് രണ്ടും വരുന്ന ഒരു വേർഡാണ് റൈറ്റ് എന്ന് പഠിച്ചാൽ മതി. ആർ ടി റൈറ്റ്. അപ്പൊ റേഡിയസിന്റെയും ടാൻജന്റിന്റെയും ഇടയിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യം ബേസിക് ആയിട്ട് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വൃത്തത്തിലുള്ള ഒരു ബിന്ദുവിലേക്കുള്ള ആരവും ആ ബിന്ദുവിലൂടെയുള്ള തൊടുവരയും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ റേഡിയസും ടാൻജന്റ് എവിടെ കണ്ടാലും 90 ഡിഗ്രി. മറക്കരുത്. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സർക്കിളിന്റെ ഉള്ളിൽ കൂടെ എന്തായാലും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂല? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര വരയ്ക്കാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞു സർക്കിളിന്റെ പുറത്തുകൂടിയാണ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുക. അത് സർക്കിളിലെ ഏതെങ്കിലും ഒരൊറ്റ പോയിന്റിനെ മാത്രമേ ടച്ച് ചെയ്യുള്ളൂ എന്നുള്ളത്. സോ സർക്കിളിന് എത്ര ടാൻജന്റ് വേണമെങ്കിലും വരയ്ക്കാം. സർക്കിളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റുകളിലൂടെ ഒക്കെ ടച്ച് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പക്ഷേ സർക്കിളിന്റെ പുറത്തുള്ള ഏതെങ്കിലും, സർക്കിളിന്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരൊറ്റ പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വി ക്യാൻ ഡ്രോ ഓൺലി 2
ടാൻജൻസ് ആൻഡ് ദേ ആർ ഈക്വൽ. അഥവാ സർക്കിളിന്റെ പുറത്ത് ഞാനൊരു പി പറഞ്ഞ പോയിന്റ് എടുത്തു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ഒരു ക്യൂ പറഞ്ഞ പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജന്റ് നിങ്ങൾക്ക് എക്സാക്ട്ലി വരക്കാൻ പറ്റുള്ളൂ ചോദിച്ചാൽ 1, ഇത് ഉള്ളിലൂടെ അല്ല കേട്ടോ, സർക്കിൾ വേണ്ട ചെയ്തു, ആൻഡ് 2. ഓക്കെ ആണല്ലോ. സോ 1, 2 രണ്ടെണ്ണേ വരക്കാൻ പറ്റുള്ളൂ. ആ രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും. അത് 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കും. അപ്പൊ സർക്കിളിന്റെ പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ പോയിന്റ്, പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് കൃത്യമായിട്ട് 2 ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. ആ 2 ടാൻജന്റുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒരു ഉമ്മ വെറ്റ മക്കളല്ല ഇരട്ട കുട്ടികളെന്ന് വിളിച്ചത്. പിന്റെ മക്കളാണ് പി എയും പി ബിയും. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് സെന്റർ ആണ്, ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്, ആൻഡ് ഇതും ഓൾസോ റേഡിയസ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഇതൊരു കോമൺ സൈഡ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ സൈഡും ഈക്വൽ ആവും. അങ്ങനെയാണ് വരുന്നത്. ഈക്വൽ ട്രയാങ്കിൾ എന്നാണ് കൺസെപ്റ്റ് വെച്ചൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അതൊന്നും പഠിക്കാനുള്ളത് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി പഠിക്കേണ്ട, ഈ കൺസെപ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് നമ്മളൊരു കൺസ്ട്രക്ഷനിലേക്ക് പോകണം. ശ്രദ്ധിച്ച് കേൾക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 3 അല്ലെങ്കിൽ 4 മാർക്കിന് ക്രിസ്മസ് എക്സാമിനും SSLC എക്സാമിനും പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. കൺസ്ട്രക്ഷൻ 1, നിർമ്മിതി 1. ചോദ്യം ഇതാണ്: ഡ്രോ എ ടാൻജന്റ്. ഒരു ടാൻജന്റ് വരക്കണം ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. അല്ല, അതിപ്പോ ഉള്ളത്തെ പോയിന്റ് നിന്ന് ടാൻജന്റ് വരക്കാൻ പറ്റുമോ? ഇല്ല, കാരണം സർക്കിളിന്റെ ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ ആയിക്കില്ല, ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവരക്കില്ല. ഓക്കെ ആണല്ലോ. സോ ഒരു പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് ആ പോയിന്റ് 7 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ ആണ്. അഥവാ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് 2 ടാൻജന്റ് വരയ്ക്കണം. ഡ്രോ the tangents from an external point that is 7 centimeter away from the center of the circle with radius 3 centimeter. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. ആദ്യം നമ്മളോട് പറഞ്ഞ ഒരു സർക്കിൾ വരക്കാനാണ്. 3 സെന്റിമീറ്റർ ആണ് റേഡിയസ്. സോ സർക്കിൾ വരക്കുക. കോമ്പസ് ഉണ്ടല്ലോ, അത് വെച്ച് വരക്കാം. സോ ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സർക്കിളിന്റെ പുറത്ത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് എടുക്കണം എന്നാണ്. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എടുക്കേണ്ടത് പല ആൾക്കാരും തെറ്റിച്ചു പോകും. ഇത് ഇവിടെ നിന്ന് 7 സെന്റിമീറ്റർ എടുക്കരുത്. നിങ്ങളെ റേഡിയസ് തന്നെ ഇപ്പൊ 3 ആയി. 3ന്റെ ഒപ്പം കുറച്ചൊരു 4 കൂടി കൂട്ടി ടോട്ടൽ 7 എടുത്താൽ മതി. ടോട്ടൽ 7 സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ എന്നാ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അത് മനസ്സിലുണ്ടാവണം. പല ആൾക്കാരും എന്തായിട്ടും ഈ റേഡിയസ് വരച്ചതിന്റെ പുറമെ ഒരു 7 കൂടി എടുക്കും. അപ്പൊ ടോട്ടൽ 10 ആയി. തെറ്റാണ്. മാർക്ക് പോകും, വെറുതെ മാർക്ക് പോകും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു പോയിന്റ് വരച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഞാൻ ടാൻജന്റ് എടുക്കാനേ പണിയുള്ളൂ. ഈ ടാൻജന്റ് വെറുതെ വരച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ആക്യുറസി ഉണ്ടാവില്ല. കൃത്യമായിട്ട് ഒരു പോയിന്റിലേക്ക് തന്നെ തട്ടണം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആക്യുറസി ഉണ്ടാവില്ല. ആക്യുറേറ്റ് ആയിട്ട് ഏത് പോയിന്റിൽ തട്ടുന്നു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇപ്പൊ നമ്മൾ വരച്ച ആ വരയിലെ ആ വരയുടെ സെന്റർ കാണണം. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. ഏതൊരു വരയും ഇപ്പൊ ഞാനൊരു വര വരച്ചുതരാം. ഓക്കെ, ഈ ഒരു വര AB എന്നുള്ള പേര് ഞാനിട്ട് വിളിക്കുകയാണ്. ഈ വരയുടെ സെന്റർ എങ്ങനെയാണ് വെച്ചാൽ ഇതിന്റെ നീളത്തിനെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പൊ ഇത് 7 സെന്റിമീറ്ററിന്റെ പകുതി 3.5 സെന്റിമീറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതല്ല പറഞ്ഞത്. ഏതൊരു വരയുടെയും വരയ്ക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഏതൊരു വരയുടെയും സെന്റർ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഐഡിയ എത്രയാണ്? നമ്മൾ ആദ്യം കോമ്പസ് എടുക്കുക. അതിന്റെ ഒരറ്റത്ത് കുത്തിയിട്ട് കോമ്പസ് ആണത്. കോമ്പസ് ആണ്. ഒരറ്റത്ത് കുത്തിയിട്ട് പെൻസിൽ ഈ ഒരു വരയുടെ ഒരു 1/4 ഭാഗം നീളം എടുക്കുക. ഞാൻ അങ്ങനെ പറയാറുള്ളത്. അഥവാ ഒരു പകുതിയേക്കാൾ കൂടുതൽ നീളം. പകുതിയേക്കാൾ ആ വരയുടെ പകുതി കാണാനാണ് നിൽക്കുന്നത്. പകുതി കറക്റ്റ് നമുക്കറിയില്ല. ഒരു കണ്ടാൽ ഒരു പകുതിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം നീളം കോമ്പസിൽ എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ ആ അളവ് മാറ്റരുത്. ഈ അളവ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഫസ്റ്റ് ആർക്ക് ഇവിടെ ഇടുക. ഓക്കെ ആണല്ലോ. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് യു ഹാവ് ടു ഡ്രോ അൻ ആർക്ക്. ഇവിടെ കുത്തണം, എന്നിട്ടൊരു ആർക്ക് ഇവിടെ ഇടണം. അതേപോലെ തന്നെ താഴെയും ഒരു ആർക്ക് ഇടണം. ഓക്കെ ആണല്ലോ. സോ അതേപോലെ തന്നെ ആ ലൈനിന്റെ അങ്ങേ തലക്ക് കുത്തിയിട്ട് ഇതേപോലെ തന്നെ മേലെയും താഴെയും 2 ആർക്ക് ഇടണം. ഓക്കെ ആണല്ലോ. സോ ഈ 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് കണ്ടോ? ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും കണ്ടില്ലേ? ഈ പോയിന്റുകളെ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലൈൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ലൈന് കിട്ടും. ഈ ലൈൻ ഈ വരയുടെ കറക്റ്റ് സെന്റർ ആയിരിക്കും. ഇങ്ങോട്ടുള്ള നീളം സെയിം ആയിരിക്കും. ഇവിടെ വരച്ചുകൊടുത്ത് ചെറിയ പാളിച്ചകളുണ്ട്, പക്ഷെ നിങ്ങൾ അത് കാര്യമാക്കണ്ട. ആ വരയുടെ കറക്റ്റ് സെന്ററിലായിരിക്കും. ഈ വരയുടെ നീളം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 4 ഇക്കാരം. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മലയാളത്തിൽ ലംബ സമഭാജി എന്ന് വിളിക്കാറുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊരു വരയുടെ സെന്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അപ്പോ ഈ വരയുടെ സെന്റർ നമുക്ക് എങ്ങനെ കാണാം? നോക്കാം.
ഓക്കെ, ഈ വരയുടെ സെന്റർ നമുക്ക് എങ്ങനെ കാണാം പറഞ്ഞോളൂ. ഈ വരയുടെ സെന്റർ കാണുന്നുണ്ടെങ്കിൽ ഒരറ്റത്ത് കുത്തുന്നു, മേലോക്ക് ഒരു ആർക്കിടുന്നു, താഴേക്ക് ഒരു ആർക്കിടുന്നു, മറ്റേ അറ്റത്ത് കുത്തുന്നു, മേലേക്ക് ഒരു ആർക്കിടുന്നു, താഴത്തേക്ക് ഒരു ആർക്കിടുന്നു. ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകളിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു വര വരക്കുന്നു. ആ വര ഈ വര മുറിച്ച് കിടക്കുന്ന പോയിന്റാണ് ഇതിന്റെ സെന്റർ. ഈ സെന്ററിൽ കിട്ടി അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ സെന്റർ കുത്തുക, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കോമ്പസ് ആണ് നീട്ടുക. ഈ സെന്ററിൽ കുത്തുക, കോമ്പസ് നീട്ടുക, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കോമ്പസ് ആണ് നീട്ടിയിട്ട് വരച്ച ഒരു സർക്കിള് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഭാഗത്തേക്ക് വേണമെങ്കിൽ നീട്ടാം, ഈ ഭാഗത്തേക്ക് വേണം എങ്ങോട്ട് നീട്ടിയാലും യു വിൽ ഗെറ്റ് എ സർക്കിൾ ലൈക്ക് ദിസ്. ഈ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ കിട്ടും. ഇങ്ങനെയായിരിക്കും ആ സർക്കിൾ ഉണ്ടാകുക. ഈ സർക്കിള് ആദ്യത്തെ സർക്കിളിനെ തട്ടുന്ന 2 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ പോയിന്റുകളിലേക്കാണ് നിങ്ങൾ ടാൻജന്റ് എടുക്കേണ്ടത്. വല്ല കണ്ട അണ്ടനും അടങ്ങോടനും എല്ലാ പോയിന്റുകൾക്കും വരക്കാൻ നിൽക്കരുത്. കൃത്യമായിട്ട് ആ സർക്കിളിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടോ, ആ പോയിന്റിലേക്കാണ് നിങ്ങൾ ടാൻജന്റ് വരക്കേണ്ടത്. പിയിൽ നിന്ന് PA ആൻഡ് PB ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് ടാൻജന്റ് വരക്കേണ്ടത്. സോ ദിസ് ഇസ് ദ ഫിഗർ. ആദ്യം പറഞ്ഞു സർക്കിള് 3 സെന്റിമീറ്റർ ആണ് റേഡിയസ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ടോട്ടൽ 7 സെന്റിമീറ്റർ. അതിലൊരു പോയിന്റ്, ഈ പോയിന്റിന്റെ സെന്റർ കണ്ട അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ട് ലംബ സമഭാജി വരയ്ക്കുന്നു. സെന്റർ കിട്ടുന്നു, ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ട് കോമ്പസ് നീട്ടിയിട്ട് ഒരു സർക്കിൾ കണ്ട് വരയ്ക്കുന്നു. ഈ സർക്കിൾ ഇവിടെ തട്ടുന്നു, ടാൻജന്റ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ. 3 അല്ലെങ്കിൽ 4 മാർക്ക് കീശയിലായി. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കുന്ന വേണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞാനിവിടെ ഒരു സർക്കിൾ വരക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ ഒരു കോഡാണിത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തന്നെ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ ആണല്ലോ. ഈ സർക്കിളിലുള്ള ഒരു കോഡാണിത്. കോഡ് ഞാൻ പേരക്കിടാം. ഇതാണ് A, ഈ പോയിന്റ്. ഇതാണ് B, ഈ പോയിന്റ്. ഇതാണ് C, ഈ പോയിന്റ്. ഓക്കെ ആണല്ലോ. സോ ഇത് വേണമെങ്കിൽ പിക്ക് നോക്കും. പിക്ക്. സോ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. സിമ്പിൾ ആണ്. ഇവിടെ സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന വരെയാണ് കോഡ്. ആണോ അല്ലേ? ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ നമുക്കറിയാം അതിൽ നിന്ന് മേജർ ആർക്കിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം. ഇപ്പൊ സെൻട്രൽ ആംഗിൾ ഇവിടെ 100 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ 50. ഇത് അറിയാത്ത കുട്ടികളൊന്നും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ടാൻജന്റ് കൂടി വന്നതല്ലേ, അപ്പൊ ഇതാണ് കോഡ്. അതേപോലെ തന്നെ ഇതാണ് ടാൻജന്റ്. അഥവാ ഈ ടാൻജന്റും ഈ കോഡും തമ്മിലുള്ള കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോ, മറക്കരുത്. ടാൻജന്റ് പറഞ്ഞാൽ തൊടുവര. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു കോഡും ഒരു ഞാണും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി തന്നെ ആയിരിക്കും. അഥവാ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയല്ലേ ഇവിടെ വരിക, ഇത് തന്നെ ആയിരിക്കും ഇവിടെ. ഓക്കെ ആണല്ലോ. ഞാനത് ആ ചിത്രം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഈ ആംഗിളും സെയിം കളർ അല്ലേ, ബ്ലൂ കളർ കൊടുത്തിരിക്കണം. എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ 100 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ 50. ഇതേ 50 തന്നെ ആയിരിക്കും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ. ഇനി അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാലും ഇറ്റ് ഈസ് ഓൾസോ 50 ഡിഗ്രി. ഓക്കെ ആണല്ലോ. കാരണം ഇത് കോഡിന്റെ 2 അറ്റല്ലേ, ഈ 2 അറ്റത്ത് എങ്ങനെ ഇത് 2 സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ റേഡിയസും ടാൻജന്റും തമ്മിൽ ഞങ്ങളോട് പറഞ്ഞു RT വരുന്ന വാക്ക് വായിച്ചാൽ മതി. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അപ്പൊ റേഡിയസും ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ കോഡും ടാൻജന്റും. കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ. അതേപോലെ തന്നെ ടാൻജന്റ് പറഞ്ഞാൽ തൊടുവര. അപ്പൊ ഈ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ഈസ് ഓൾവേസ് കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. എക്സ്പ്ലെയിൻ നിങ്ങൾ പഠിച്ചതാണ് ഇതേപോലത്തെ സാധനം. ഇവിടെ എന്താണോ വരുന്നത് അതന്നെ ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് താഴെ. ഓക്കെ ആണല്ലോ. ആ കോഡിൽ നിന്ന് മേജർ സെഗ്മെന്റിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അതേ ആംഗിൾ തന്നെ ആയിരിക്കും കോഡും ടാൻജന്റും തമ്മിൽ. ഇപ്പൊ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 40. അതേ 40 തന്നെ ആയിരിക്കും ഇവിടെ. അങ്ങനെ 50ന്റെ പകുതി അല്ലേ, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ ഇവിടെ 80 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു 160 ഡിഗ്രിയാണ്. ഈ 160ന്റെ പകുതിയല്ലടാ ഇവിടെ വരിക. അപ്പൊ ഇവിടെ എത്ര കാരം 80 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കൊടുത്ത് എന്തായിരിക്കും? ആ കോഡിൽ നിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഇവിടെ, അതേ പകുതി തന്നെ ആയിരിക്കും ഇവിടെയും വരിക. 80. മറക്കോ? കാരണം എന്താ? ഇത് ടാൻജന്റ് ആണ്, ഇത് കോഡാണ്. മറക്കരുത്, ഇത് കോഡാണ്, ഇത് ടാൻജന്റ് ആണ്. കോഡും ടാൻജന്റും തമ്മിൽ എപ്പോഴും മനസ്സിലാക്കുക
സെൻട്രൽ ആംഗിളിന്റെ പകുതി. അഥവാ ഇവിടെ എന്താണോ അതന്നെ കാരം ഇവിടെ രണ്ടിടത്തും വരിക. ഈ ഒരു സാധനം ആലോചിച്ചാൽ മതി. ഇവിടെ ഉള്ളിൽ എന്താണോ അതന്നെ കാരം ഇവിടെ രണ്ടിടത്തും പുറത്ത് വരിക. ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, ഈ കോഡ് എ ബി, ഇതാ ഞാൻ ഇവിടെ എ ബി എന്ന് കൊടുക്കുക. ഈ എ ബിയുടെ കോഡിൽ നിന്ന് പോകുന്ന ആംഗിൾ അല്ലേ എക്സ്. ഈ എക്സ് ഇവിടെ വരുന്നതിന് സെൻട്രൽ ആംഗിൾ എത്ര വരണം? അതിന്റെ ഡബിൾ വരണ്ടേ? 2x വരണം. അതൊന്നും നിങ്ങൾ ആലോചിച്ചേണ്ട. സെൻട്രൽ ആംഗിൾ പകുതിക്കാരോടെ വരിക, അതന്നെ കാരം ഇവിടെ പുറത്ത് വരിക, ഇവിടെയും പുറത്ത് വരിക. ഓക്കെ ആണല്ലോ? ഇവിടെ ഉള്ളിലുള്ള തന്നെ കാരം നേരെ ഓപ്പോസിറ്റ് പുറത്ത് രണ്ടിടത്തും വരിക. മറക്കോ? ഇങ്ങനത്തെ ഒരു ഫിഗർ വന്നാൽ ദിസ് ഇസ് ഓൾസോ ഇൻ സർക്കിൾ ആൻഡ് സർക്കും സർക്കിൾ. പരിവൃത്തമാണ്, അതേപോലെ തന്നെ അന്തർവൃത്തമാണ്. ഓക്കെ ആണല്ലോ? ഈ കാര്യം ഒന്ന് ആലോചിക്കണേ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 80 ആണെങ്കിൽ അതേ 80 തന്നെ ആയിരിക്കും നേരെ താഴെ ഇവിടെയും. കാരണം എന്താ? ഇതിന്റെ സെൻട്രൽ ആംഗിൾ 160 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ ഒരു 60 ആണെങ്കിൽ അതേ 60 തന്നെ ആയിരിക്കും ഇവിടെ. അഥവാ ഏത് കോഡിൽ നിന്നാണോ ആംഗിൾ ഉണ്ടായത് ആ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിളും സെയിം ആയിരിക്കും. മറക്കരുത്. അപ്പൊ ഇവിടെ സെഡ് ഇവിടെ ഒരു 50 ആണെങ്കിൽ അതേ 50 തന്നെ ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് പുറത്ത് രണ്ടു കൊടുത്തു. മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റം കൂടി ഞാനൊന്ന് റിവൈസ് ചെയ്യാണ്. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ അതിന്റെ പകുതി 50. അതേ 50 തന്നെ ആയിരിക്കും കോഡും ടാൻജന്റും തമ്മിൽ. സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇവിടെയും. അതേപോലെ തന്നെ ഇവിടെ ഒരു ടാൻജന്റ് ഇല്ലേ ഇവിടെ. ഈ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ ഒന്ന് ആലോചിച്ചൂടെ? ഇത് 50 100 ആയില്ലേ? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? 1 2 3. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180. ഇതിപ്പോ രണ്ടും കൂടി കൂട്ടിയപ്പോ തന്നെ ഇവിടെ 50ഉം ഇവിടെ 50ഉം വന്നു. ഇപ്പൊ തന്നെ 100 ആയി. അപ്പൊ ഇവിടെ എത്ര കാരം? 80. ആണോ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ 100 തന്നു, ഇവിടെ 80 കിട്ടി. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അടുത്ത കൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? ഇവിടെ 100 തന്നപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ 80 കിട്ടി. 100 80ഉം കൂട്ടി 180 ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഒരു ഐഡിയ നമ്മൾ അടുത്തിൽ പറയുന്നുണ്ട്. ഓക്കെ. സോ ദെൻ ഇനിയാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം. ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. ഇത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്. ഇവിടെ എക്സ് ആണ് വരിക. അപ്പൊ ഇവിടെ എന്താ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. ഇത് ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഇത് അവിടെ റേഡിയസ്, ഇത് രണ്ടും റേഡിയസ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഇത് രണ്ടും ടാൻജന്റ് ആണ്. ഇത് രണ്ടും റേഡിയസ് ആണ്, ഇത് രണ്ടും ടാൻജന്റ് ആണ്. മറക്കരുത്. ടാൻജന്റ് എല്ലാം തൊടുവരാം, ഇതറിയാലോ. സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ? ചക്രീയ ചതുർഭുജാണോ? ആണെന്നാണ് ഞാൻ പറയാ. പക്ഷെ ഇവിടെ നോക്കുമ്പോ കാണാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ എന്തില്ല? ഇവിടെ ഇപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു സർക്കിളിന്റെ ഉള്ളിലാവണം ഇതിന്റെ 4 പോയിന്റും. ഈ പോയിന്റ് സർക്കിളും വേണോ? അല്ല. അപ്പൊ ഈ സർക്കിളിന്റെ അല്ല എഴുതിയേണ്ട. അല്ല എന്ന് പറയാൻ പറ്റില്ല. വേറൊരു സർക്കിൾ ഉണ്ട്. നമ്മൾ മുന്നേ ഒരു കൺസ്ട്രക്ഷൻ വരച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ വരച്ചു നോക്കി. ഈ ഒരു ചിത്രം തന്നെയല്ലേ ഇപ്പൊ അവിടെ തന്നിട്ടുള്ളത്. ഈ സർക്കിളിന്റെ സർക്കിൾ അല്ലത്. ഇവിടെ പുറത്ത് നമ്മൾ എക്സ്ട്രാ വരയ്ക്കുന്ന ആളുടേതാണ്. അപ്പൊ അവിടെ പുറത്തൊരു സർക്കിളും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് വരച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ പോയിന്റ്സ് ഒക്കെ കിട്ടിയത്. അതൊന്നും ഞാൻ അവിടെ പറയണില്ല. സർക്കും സർക്കിൾ അല്ല, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സർക്കിളിൽ എല്ലാ പോയിന്റും വേണം. അതൊക്കെ അവിടെ കേട്ടെ. അതിന്റെ പ്രത്യേകത ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർ കോണുകൾ അനുപൂരകമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർ കോണുകൾ അനുപൂരകമാണ്. അഥവാ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെ എടുത്താൽ അത് സർക്കിളിന്റെ ഉള്ളിലേക്കാരം. അതൊക്കെ അവിടെ കട്ടെ. ഇത് 80 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് 100 ആയിക്കാരം. രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അപ്പൊ അനുപൂരകം എന്ന് പറഞ്ഞാൽ മറക്കരുത്, രണ്ട് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഇപ്പൊ ഒരു ആംഗിൾ 100, മറ്റേത് 80 ആയിരിക്കും. 100ലേക്ക് എത്ര കൂട്ടിയാൽ 180ലേക്ക് എത്തും. അതായിരിക്കും രണ്ടാമത്തെ ആംഗിൾ. ഓക്കെ ആണല്ലോ? ഇതാണ് സപ്ലിമെന്ററി ആംഗിൾ. ഒരു ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നുള്ള ബോണ്ടിലാണ് വരുന്നത്. ഇപ്പൊ ഇവൻ 170 ആണെങ്കിൽ ബാക്കിയുള്ള 10 ആയിരിക്കും. രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അതാണ് സപ്ലിമെന്ററി ആംഗിൾസ് അല്ലെങ്കിൽ അനുപൂരക കോണം. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു പുറത്തൊരു സർക്കിൾ ഉണ്ട്. അതൊക്കെ അവിടെ കട്ടെ. ഇതിന്റെ പ്രത്യേകത എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾ, 4 സൈഡുള്ള ഏതൊരു ഷേപ്പിനെയും ടോട്ടൽ ആംഗിൾ 360. 3 സൈഡാണെങ്കിൽ ട്രയാംഗിൾ അത് 180. ടോട്ടൽ എല്ലാ ആംഗിളും കൂടി കൂട്ടിയ ഇവിടെ 360 ആണ്. അപ്പൊ ഇവിടെ 4 ആംഗിളും കൂടി കൂട്ടിയ 360 കിട്ടണം നിർബന്ധം. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞങ്ങൾക്ക് പറഞ്ഞു നീനൊരു കാര്യമുണ്ട്. ഇത് റേഡിയസ് അല്ലേ? ഇത് ടാൻജന്റ് അല്ലേ? ആറും ടിയും കണ്ടാൽ അതിന്റെ അടിയത്തെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. അതേപോലെ തന്നെ ഇത് റേഡിയസ് അല്ലേ? ഇത് ടാൻജന്റ് അല്ലേ? അതിന്റെ അടിയത്തെ ആംഗിളും 90 ഡിഗ്രി. ഇപ്പൊ ഇത് രണ്ടും കൂട്ടിയപ്പോ എത്രയായി? 180 ഡിഗ്രി ആയില്ലേ?
ഓക്കെ. അപ്പൊ 360 180 ഇപ്പൊ കഴിഞ്ഞു. ബാക്കി 180 ഉള്ളു ഈ രണ്ട് കുഞ്ഞു കുട്ടികൾക്ക്, ആണോ അല്ലേ? അപ്പൊ ഇവിടെ ഇവിടെ എന്താണോ വരുന്നത്, ഇവിടെയും ഇവിടെ രണ്ടുകൂടത്തും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. കാരണം ഇവരെ രണ്ടാളെയും കൂട്ടിയപ്പോ നമുക്കറിയാം ഇത് 90, ഇതും 90, ഇത് നിങ്ങൾക്ക് അറിയണ കാര്യം. അപ്പൊ ഇത് രണ്ടും കൂട്ടിയപ്പോ 180 കിട്ടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും കൂട്ടിയ 180 കിട്ടണം. ഇതാണ് ഐഡിയ. അപ്പൊ ഇവിടെ 100 ആണ് നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 80. അപ്പൊ ഇവിടെ 70 ആണെങ്കിലോ? ഇവിടെ 70 ആണെങ്കിലോ? ഇവിടെ 110. രണ്ടും കൂടി കൂട്ടിയ 180 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മണ്ട പൊളി കേട്ടോ. സോ ആ കാര്യം ആലോചിക്കണം. ഇങ്ങനെ രണ്ട് റേഡിയസും രണ്ട് ടാൻജന്റും തമ്മിൽ ഇങ്ങനൊരു ഈ പോയിന്റിൽ നിന്ന് വരച്ച രണ്ട് ടാൻജന്റ് ആണിത്. ആ പോയിന്റുകളിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് വരച്ച റേഡിയസുകളാണിത്. ഇങ്ങനൊരു ഫിഗർ കണ്ടുകൊണ്ട് നിങ്ങൾ എപ്പോ ചോദിച്ചാലും ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 80 എഴുതാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ? ഇവിടെ അപ്പൊ എന്താ വരിക? ഇവിടെ 100 ആണെങ്കിൽ അതിന്റെ പകുതി 50 ആണോ അല്ലേ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു ടാൻജന്റ് കാണേണ്ടതാണ്, കാണാനല്ല. സോ നമുക്ക് ഏതായാലും അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻസർക്കിളിനെ പറ്റിയിട്ടാണ്, അന്തർവൃത്തത്തിനെ പറ്റിയിട്ടാണ്. അന്തർവൃത്തം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പരിവൃത്തം എന്നൊരു സാധനമുണ്ട്. അത് നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ ഉള്ളില് അതിന്റെ ഇപ്പോ നമുക്കൊരു ട്രയാങ്കിൾ വരക്കണം എന്ന് പറയുന്ന സമയത്ത് ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഡബിൾ ചെയ്ത് നമ്മൾ സെൻട്രൽ ആംഗിൾ വരക്കും. എന്നിട്ട് അത് കണക്ട് ചെയ്ത് കണ്ട് സർക്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, ഒരു കൺസ്ട്രക്ഷൻ വരയ്ക്കാനുള്ള ഒരു ചിത്രം. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഇൻ സർക്കിൾ ആണ്. അന്തർവൃത്തം അഥവാ വൃത്താണ് ഉള്ളില്, ഇൻ സർക്കിൾ ഉള്ളിലാണ്. ഓക്കെ ആണല്ലോ? സോ ട്രയാങ്കിളിന്റെ ഉള്ളിൽ സർക്കിൾ വരുന്നതാണ് ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം. ഓക്കെ ആണല്ലോ? ട്രയാങ്കിളിന്റെ പുറത്താണ് സർക്കിൾ എന്നുണ്ടെങ്കിൽ അത് പരിവൃത്തം, സർക്കും സർക്കിൾ. അത് അവിടെ കട്ടെ. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ ചെറുതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻ സർക്കിൾ, ഒരു ട്രയാങ്കിൾ, അതിന്റെ ഉള്ളിൽ സർക്കിൾ. ഇനി ഇവിടെ കുറച്ച് ടേംസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, സോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് എന്താണ് ഒരു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? പെരിമീറ്റർ എന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു പേജിൽ കാട്ടിത്തരാം. ഇപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എ ആണ്, ഒരു സൈഡ് ബി ആണ്, ഒരു സൈഡ് സി ആണ്. ഇത് തന്നെയുണ്ട് അതിൽ കൊടുത്തേക്കണം. പിന്നെ ഞാനത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. എന്തൊക്കെ സൈഡാണ്? ഇതിന്റെ പെരിമീറ്റർ എന്താ? ചുറ്റളവാണ്. സൈഡൊക്കെ പാടെ കൂട്ട, എയും ബിയും സിയും ഒക്കെ പാടെ കൂട്ടിയതായി ഉത്തരം, ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ? എസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവിന്റെ പകുതിയാണ്. സെമി പെരിമീറ്റർ. എന്താ സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? ഈ കൂട്ടിയതില്ലേ അതിന്റെ പകുതി. ഇപ്പൊ ഇവിടെ പെരിമീറ്റർ 20 കിട്ടി. അപ്പൊ സെമി പെരിമീറ്റർ എന്തായിരിക്കും? അതിന്റെ പകുതി 10, ആണോ അല്ലേ? ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇതാണ് എസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെമി പെരിമീറ്റർ. ഇപ്പൊ ഫൈനലിന്റെ പകുതിയാണ് സെമി ഫൈനൽ. അതേപോലെ സർക്കിളിന്റെ പകുതിയാണ് സെമി സർക്കിൾ. മലയാളത്തിലെ അർദ്ധവൃത്തം എന്നൊക്കെ പറയുന്നത് ഇവിടെ ചുറ്റളവ്, ചുറ്റളവിന്റെ പകുതി. ഓക്കെ ആണല്ലോ? സോ ആ കാര്യത്തിലേക്ക് അപ്പൊ പെരിമീറ്റർ ചുറ്റളവ് പറഞ്ഞാൽ എല്ലാ സൈഡും പാടെ കൂട്ടുക, എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി. ഓക്കെ ആണല്ലോ? സോ ആ കാര്യം ഇവിടെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇതാണ് ഇതിന്റെ ഒരു സൈഡ് എ, ഇത് ബി, ഇത് സി, ടോട്ടല്. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് ഞങ്ങൾക്ക് അറിയാം, സെമി പെരിമീറ്റർ. മറക്കരുത്, ചുറ്റളവിന്റെ പകുതി. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ പരപ്പളവ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, പരപ്പളവ്. ആരുടെ? ത്രികോണത്തിന്റെ. ഇനി ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആർ ആണ്. ഇത് ഇൻ റേഡിയസ് ആണ്. ഇത് എന്ത് റേഡിയസ് ആണ്? ഇൻ റേഡിയസ്, അന്തർവൃത്ത അഥവാ ഇവിടെയുള്ള ഈ വൃത്തത്തിന്റെ ആരം റേഡിയസ്. ഓക്കെ ആണല്ലോ? ഇപ്പൊ 3 ടേംസ് ഞാൻ പഠിച്ചു. ഇതിനെ കണക്ട് ചെയ്ത് ഞാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തരികയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതാണ് ഇക്വേഷൻ. എ ഇസ് ഈക്വൽ ടു എസ് ആർ. ഓക്കെ ആണല്ലോ? എ ഇസ് ഈക്വൽ ടു എസ് ആർ. നോക്കിക്കോ, ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ്. എ ഇസ് ഈക്വൽ ടു എസ് ആർ. എ ഇസ് ഈക്വൽ ടു എസ് ആർ അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. നിങ്ങൾക്ക് പഠിക്കാനൊരു ട്രിക്ക്, ഈ ഒരു ട്രയാങ്കിൾ പഠിച്ചാൽ മതി. മേലെ എ, താഴെ എസ് മാറും. ഇനി ഇതിലെങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ എ കാണുന്നുണ്ടെങ്കിൽ എനെ പൊത്തി പിടിക്കുക. അപ്പൊ എന്താ ബാക്കിയുള്ളത്? എസ് ഇൻറ്റു ആർ. ഇനി ആറിനെ കാണുന്നുണ്ടെങ്കിൽ ആറിനെ പൊത്തി പിടിക്കുക. അപ്പൊ എന്താ ഉള്ളത്? എ ബൈ എസ്. എസ് ഇതൊന്നും കാണൂല. എസ് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. അത് ആ ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും. അതിന്റെ സൈഡൊക്കെ പാടെ കൂട്ടിയാണ്ട് പകുതി സൈഡൊക്കെ പാടെ കൂട്ടിയ 1000 കിട്ടിയ പെരിമീറ്റർ, അതിന്റെ പകുതി സെമി പെരിമീറ്റർ 500, ആണോ അല്ലേ? സോ എസ് കാണാനുള്ള ഇത് ഇത്ര ഉള്ളൂ. എന്താണോ ചുറ്റളവ്, പെരിമീറ്റർ ആണ് ചുറ്റളവ്, അതിന്റെ പകുതി. അത് ചുറ്റളവ് പറഞ്ഞാൽ എല്ലാ സൈഡും പാടെ കൂട്ടുക, അതിന്റെ പകുതി. ഓക്കെ ആണല്ലോ? അപ്പോ ആറ് പറഞ്ഞാലോ റേഡിയസ്, ഇൻ റേഡിയസ്. എ പറഞ്ഞാല് ഏരിയ, ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ ഏരിയ. ഓക്കെ ആണല്ലോ? ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ അസർ എന്ന് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. അസർ. ഓക്കെ, എങ്ങനെ? അസർ എന്ന് പഠിച്ചു വെച്ചാൽ മതി. എ സീക്വൾ ടു എസ് ആർ. ഇനി എന്താ ആറ് വരിക? ആറിനെ അവിടെ നിർത്തിയാൽ മതി. എ സീക്വൾ ടു എസ് ആർ അല്ലേ? ആറിനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? എ ഓൾറെഡി വേണ്ട, ഇൻറ്റു എസ് ഇങ്ങോട്ട് വന്ന ബൈ എസ്. ആർ സീക്വൾ ടു എ ബൈ എസ്. ഇതിൽ തന്നെ ഇക്വേഷൻസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. അപ്പൊ ഒറ്റ ഇക്വേഷൻ പഠിച്ചേക്കുക,
അതിൽ നിന്ന് ഉണ്ടാക്കാൻ പഠിക്കുക. അല്ലാതെ ഒന്നായിട്ട് പഠിച്ചു വെച്ചാൽ മാത്സ് ഒന്നും ഒരിക്കലും തീരാൻ പോണില്ല. ഓക്കെ ആണല്ലോ, ആ കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്കൊരു കാര്യം കൂടി, ഇതിൽ ഏരിയ കാണാൻ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ഇവിടെ ഇതാണ് ഇക്വേഷൻ. ഏതൊരു ട്രയാങ്കിളിന്റെ സൈഡ് ഇതാ, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എ, ഒരു സൈഡ് ബി, ഒരു സൈഡ് സി ആണെങ്കിൽ എസ് കാണാൻ വയ്ക്കൂലേ? എന്താ കാട്ടുക? സൈഡൊക്കെ പാടെ കൂട്ടിയിട്ട് എന്താട്ടിയാൽ മതി? പകുതി ഉണ്ടാ മതി. ഇതവിടെ നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഒരു ഏരിയൻ ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. പല സാഹചര്യങ്ങളും നമുക്കത് ഉപയോഗിക്കാൻ പറ്റിക്കോളുന്നില്ല, കാരണം ഹൈറ്റ് ഒക്കെ കാണേണ്ട ഒരു ബുദ്ധിമുട്ട് വരും. സൈഡുകൾ മാത്രം അറിയാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിച്ച് ചോദിച്ചാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to റൂട്ട് ഓഫ് റൂട്ട് ഓഫ് ഇവിടെ ഇതിനെ ഞാൻ കുറച്ച് വലുതാക്കി എഴുതി തരാം. ഏരിയ is equal to റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എന്താ? സെമി പെരിമീറ്റർ, ചുറ്റളവ് എന്താണ് അതിന്റെ പകുതി, ഇൻറ്റു എസ് മൈനസ് എ, ചുറ്റളവിന്റെ പകുതിന്ന് ഒരു ഫസ്റ്റത്തെ സൈഡ് വർക്ക്. അതേപോലെ തന്നെ എസ് മൈനസ് ബി, രണ്ടാമത്തെ സൈഡ് വർക്ക്, എസ് മൈനസ് സി. അപ്പൊ എന്താ ഇക്വേഷൻ? ഏരിയ is equal to റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. സിമ്പിൾ അല്ലേ? അതും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ പരപ്പളവിന്റെ ആണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷൻ ചെറുപ്പം മുതലേ പഠിക്കണ്ട്. ഇത് എല്ലായ്പ്പോഴും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് സൈഡ് മാത്രമേ അറിയുള്ളൂ. നമുക്ക് അത് വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ ദ ഇക്വേഷൻ ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to വലുതാണ് തോന്നുന്നു, സിമ്പിളാ, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ ആണല്ലോ. അപ്പൊ ആ കാര്യം അറിയാം. ഇത്രയും കണ്ടന്റ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് കൺസ്ട്രക്ഷൻ 2 ആണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിർമ്മിതി 2. അതെങ്ങനെ ഡിസ്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എന്താക്കണം, വരയ്ക്കണം ഒന്നാമത്തെ കാര്യം. പിന്നെ പെൻസിലൊക്കെ മറ്റേ കൺമശി മാതിരി മറ്റേ കൂർപ്പിക്കാത്ത പെൻസിലൊന്നും കൊണ്ട് വരക്കാൻ നിൽക്കരുത്, പാളും. ഓക്കെ ആണല്ലോ. അതിൽ നന്നായിട്ട് കുറിപ്പിച്ചൊക്കെ നിൽക്കണ്ട. പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പെൻസിൽ, സ്കെയിൽ, അതേമാതിരി അളവ് പോയ സ്കെയിൽ, ഇതൊക്കെ ഒഴിവാക്കുക. നല്ല വൃത്തിക്കുള്ള സാധനങ്ങൾ വെച്ച് വരച്ചാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? കറക്റ്റ് ഇതിന്റെ ഫിഗർ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, മാനം കിടും. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വേണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. ഒരു പണിയില്ല. അതാ ഏറ്റവും വലിയ സൈഡ് അടിയിൽ വരക്കുക. എന്നിട്ട് കോമ്പസിൽ എന്താ ഇട്ടുക? കോമ്പസിൽ സ്കെയിലിൽ ഒരു 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് ഇടുക. ഇനി ഇങ്ങേറ്റത്തുനിന്ന് ഒരു 5 സെന്റിമീറ്റർ. ഇപ്പൊ ഇവിടുന്ന് 4, ഇവിടുന്ന് 5. ട്രയാങ്കിൾ ആയി. ജസ്റ്റ് എന്താ കൂട്ടി മുട്ടിച്ചാൽ മതി, വലിയ പണിയൊന്നുമില്ല. അപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞ 4, 5, 6 സൈഡില്ല ഒരു ട്രയാങ്കിൾ വരക്കുക, ത്രികോണം വരക്കുക. പണിയില്ലല്ലോ. എന്ത് കേട്ട് അടിയത്തെ സൈഡ് വരക്കുന്നു. കോമ്പസ് എടുത്തിട്ട് ഒരു 4 സെന്റിമീറ്റർ അല്ലേ ഇവിടുന്ന് വേണ്ടി. ഇപ്പൊ കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് ഇടുക. ഇനി മറ്റേ അറ്റത്ത് കുത്തുക. ഇനി ഇവിടുന്ന് 5 അല്ലേ വേണ്ടി, അപ്പൊ 5 എടുക്കുക, എന്നിട്ട് ഒരു ആർക്ക് ഇടുക. ഇത് രണ്ടും കൂട്ടുകൊണ്ടും വേണ്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചാൽ മതി, പണിയൊന്നുമില്ല. ഓക്കെ ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യം, ചെറിയ ക്ലാസ് പഠിക്കണം. ഇനി അതിന് ഡ്രോ ആൻ ഇൻസർക്കിൾ ഇൻറ്റു ഇറ്റ്. ഇതിന്റെ ഉള്ളിൽ ഒരു ഇൻസർക്കിൾ വരക്കണം. അത് ചില്ലറ പണിയല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എല്ലാ ആംഗിളിന്റെയും ആംഗിൾ ബൈസെക്ടേഴ്സ് അഥവാ കോൺ സമഭാജികൾ. എന്താ കോൺ സമഭാജി? ഇപ്പോ ഞാനൊരു കോൺ വരയ്ക്കുകയാണ്. ഇത് 60 ഡിഗ്രിയാണ്. ഇതിന്റെ കോൺ സമഭാജി കൂടെ പോവാം. കറക്റ്റ് പകുതിയൊക്കെയാണ്. ഇവിടെ 30 കാരം ആണോ അല്ലേ? അഥവാ ആ ആംഗിളിനെ പകുതിയാക്കുന്നവരാ. അത് വെറുതെ വരക്കാൻ വയ്ക്കൂല. അപ്പൊ അതിന് കൃത്യമായിട്ട് ട്രിക്ക് ഉണ്ട്. കോമ്പസ് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ കുത്ത്, ഈ പോയിന്റിൽ. ഇതിന്റെ വരക്കാൻ കേട്ടോ. അതേപോലെ തന്നെ ബാക്കിയൊക്കെ വരക്കാൻ അറിയണം. 3 കോൺ സമഭാജികൾ ഒരൊറ്റ പോയിന്റിലേക്ക് ആയിരുന്നു. നമുക്ക് 3 എണ്ണം വരക്കണം. 2 എണ്ണം വരച്ചാൽ തന്നെ തട്ടണ പോയിന്റ് കിട്ടുമല്ലോ. അവിടെ ആയിക്കോട്ടെ തന്നെ കാരണം മറ്റേതും പോവാ. നിങ്ങളെ ചിത്രം കൃത്യമാണെങ്കിൽ അപ്പൊ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ ആ തട്ടണ പോയിന്റ് ഇടണം. അതായിരിക്കും നമ്മുടെ സർക്കിളിന്റെ സെന്റർ. അവിടെ നിന്നാണ് നമ്മൾ സർക്കിൾ വരക്കുക. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിതാ ഫസ്റ്റ് ഇത് എ പറഞ്ഞ ആംഗിളിന്റെ ഞാൻ വരക്കുകയാണ്. എങ്ങനെ ചോദിച്ചാൽ ഈ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ചെറിയൊരളവ്, ഒരു 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ 1.5 സെന്റിമീറ്റർ ഒക്കെ മതി. 1 സെന്റിമീറ്റർ ഒക്കെ കോമ്പസിൽ അളവെടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ആർക്ക് ഇടുക. അപ്പൊ ഇവിടെയും പോയിന്റ് തട്ടി, ഇവിടെയും പോയിന്റ് തട്ടി. ഇപ്പൊ 2 പോയിന്റ് കിട്ടിയില്ലേ? ആദ്യം ഫസ്റ്റത്തെ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് കുറച്ച് കോമ്പസിന്റെ അളവൊന്ന് വലുതാക്കുക. കോമ്പസ് കുറച്ച് ഒരു നീളത്തിലാണ് എടുത്തളേ. കോമ്പസ് ഒരു 5-6 സെന്റിമീറ്റർ അളവെടുത്താൽ പിന്നെ മാറ്റരുത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെറിയൊരു അളവിൽ ഒരു ആർക്ക് ഇടുക. ഈ ആർക്ക് ഇട്ടിട്ട് ഫസ്റ്റത്തെ പോയിന്റിൽ കുത്തിയിട്ട് കോമ്പസിന്റെ അളവൊന്ന് വലുതാക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നേരെ ഒരു ആർക്ക് ഇടുക. ഓക്കെ ആണല്ലോ. ഇവിടെ കുത്തി ഒരു ആർക്ക്. ഇനി അടുത്ത പോയിന്റ് ഉണ്ടോ, അടുത്ത ലൈനുമ്പോൾ തട്ടിയ പോയിന്റ് ഉണ്ടോ, അവിടെ കുത്തുക. ഇതേ അളവ് തന്നെ ഒരു ആർക്ക് ഇടുന്നു. ഈ ആർക്ക് തട്ടുന്ന പോയിന്റിലൂടെ നമ്മൾ എന്താട്ടുന്നു? ഇതാണ് ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ. എങ്ങനെ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ആദ്യം ഇവിടെ കുത്തുന്നു, ഇവിടെ ഒരു ആർക്ക് ഇടുന്നു. അപ്പൊ ഇങ്ങോട്ട് ഇവിടെ ഒരു ആർക്ക് ഇട്ടുന്നു, ഇവിടെ ഒരു ആർക്ക് ഇട്ടുന്നു. ഇവിടെ കുത്തിയിട്ട് കുറച്ചൊരു വലിപ്പം കൂട്ടണേ. പിന്നെ മാറ്റരുത് അളവ്. ഈ രണ്ടാർക്ക് കഴിഞ്ഞാൽ ഇനി മാറ്റരുത്, അളവ് മാറ്റരുത്. ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇടുന്നു. ഇനി അതേപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് വേറൊരു ആർക്ക് ഇടുന്നു. അപ്പൊ 2 ആർക്ക് ഇട്ട് കോമ്പസിന്റെ മോനെ കുത്തിയിട്ട്
ദെൻ നമ്മൾ എന്താ ഇട്ടുക, ആ പോയിന്റിലൂടെ ലൈൻ വരും. അതേപോലെ തന്നെ ഇതിനും ചെയ്തൂടെ, ഇവിടെ കുത്തുന്നു, ഒരു ആർക്ക് ഇടുന്നു, ഇവിടെ കുത്തുന്നു, കുറച്ച് വലുതാക്കുന്നു, കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ പിന്നെ മാറ്റരുത് കേട്ടോ. ഇവിടെ ഒരു ആർക്ക് ഇടുന്നു, ഇവിടെ കുത്തുന്നു, ഇവിടെ ഒരു ആർക്ക് ഇടുന്നു, ഈ പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. മാറരുത്, അളവ് മാറരുത്. അളവ് രണ്ടാർക്കുകൾ കഴിയുന്നത് വരെ, ആ രണ്ടാർക്കുകൾ കൂട്ടിമുട്ടുന്നവരെ ആ കോമ്പസിന്റെ അളവ് മാറ്റരുത്. അപ്പൊ ഈ രണ്ട് ലൈനുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് ആണ് നമ്മൾ വരയ്ക്കാൻ പോണ സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഈ പോയിന്റിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്താ കോമ്പസ് വെക്കുക. കോമ്പസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, കോമ്പസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, സൈഡ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തട്ടുന്ന രീതിയിൽ ഇതിനെ നീട്ടുക. എന്നിട്ട് കറക്റ്റ് തട്ടുണ്ടോ എന്നുള്ളതൊക്കെ കറവിട്ട് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് എന്താ എല്ലാ സൈഡും തട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക. എന്താ ചെയ്യേണ്ടത്, ഈ സെന്ററിൽ കുത്തുക, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആർക്കിട്ട് നോക്കിയാൽ മതി. തട്ടുണ്ടോ, കറക്റ്റ് തട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. തട്ടുണ്ടെങ്കിൽ അപ്പൊ നേരെ ഉണ്ടോ, പെർഫെക്റ്റ് ആയിരിക്കും. ഇത് പെർഫെക്റ്റ് അല്ല, ഇവിടെയും തട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഒരു സർക്കിൾ കിട്ടും. അപ്പൊ മറക്കരുത്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെ എന്താ കാട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ പരിപാടി ഇത്രേ ഉള്ളൂ. ആ സെന്റർ കിട്ടിയില്ലേ, ആ സെന്റർ കിട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട, ആ സെന്ററിൽ കുത്തിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീട്ടി വെക്കുക, തട്ടുണ്ടോ. ആ തട്ടണ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പെർഫെക്റ്റ് പിക്ചർ. നിങ്ങൾ അളവ് 1 മില്ലിമീറ്റർ തെറ്റിയാ ഈ സർക്കിൾ പുറത്തു കൂടെ പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, മാറ്റി വരക്കേണ്ടി വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്, 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഷുവറായിട്ട് SSLC എക്സാമിന് വരെ പല വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ വർഷം ക്രിസ്മസ് എക്സാമിന് 100% ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ക്രിസ്മസ് SLC എക്സാമിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ ഓവറോൾ നമുക്ക് ജസ്റ്റ് ടാൻജൻസ് വന്നു. ആദ്യം ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുള്ള കോഡ് രണ്ടും കൂടി കൂട്ടി സെയിം ആയിരിക്കും. രണ്ട് ടാൻജന്റ് വരക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ പഠിച്ചു, കൺസ്ട്രക്ഷൻ ഒക്കെ വായിച്ചു നോക്കുക. ഇനി എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാൻ അറിയില്ല, ഏതൊരു വരന്റെയും പകുതി കാണാം. ഓക്കെ ആണല്ലോ, മേലെ കർക്കിട, താഴത്ത് കർക്കിട, മേലെ കർക്കിട, താഴത്ത് കർക്കിട വരക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി, അടുത്ത സ്റ്റെപ്പ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജന്റ്, കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും കോഡിന്റെ സെൻട്രൽ ആംഗിൾ 1000 ആണെങ്കിൽ അതിന്റെ പകുതി 500 ഇവിടെ മറക്കണ്ട. അതേ 500 ഇവിടെയും വരിക. മറക്കരുത്. ഇപ്പൊ ഒരു ടാൻജന്റ് ഇവിടെ 2000, അപ്പൊ 2000ന്റെ പകുതിയേക്കാരം ഇവിടെ 1000 തന്നെ കാരം ടാൻജന്റും കോഡും തമ്മിൽ. മറക്കരുത്, ആ 2000 ഒന്നും വരില്ല, കൂടിപ്പോയ 360 ഒരു സർക്കിളിന്റെ ഉള്ളിൽ വരുള്ളൂ. പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു ഫിഗർ അറിയണം. ഇപ്പൊ ഇവിടെ 80 ആണെങ്കിൽ അതേ 80 കാരം നേരെ ഓപ്പോസിറ്റ് താഴെ 2 കൊടുത്തു. അതേപോലെ ഇവിടെ 60 ആണെങ്കിൽ അതേ 60 കാരം ഇവിടെ. കാരണം എന്താ, നിങ്ങൾക്ക് അറിയാം ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എത്ര കാരം, 60ന്റെ ഇരട്ടി 120 കാരം. ആ 120ന്റെ പകുതി കാരം ഇവിടെയും വരിക. അപ്പൊ പകുതിയായിട്ട് ഇങ്ങനെ മറ്റേ ഇപ്പൊ വരുന്ന പൈസ കൊടുക്കണതിൽ കൊടുത്താൽ മതി. അത് 80 അല്ലേ, ഇവിടെ 80 ആണെങ്കിൽ 160 അല്ലേ. ഇവിടെ 2 ടാൻജന്റ് ഉണ്ടാവില്ലേ, രണ്ടറ്റത്തും. ഇത് 160 എങ്ങനെ 2 പേരെ കുട്ടിയൊക്കെ വീതിച്ച, ഇവിടെ 80 ഇവിടെ 80. ഓക്കെ ആണല്ലോ, ഈ കാര്യം അറിയണം. ഇനി അടുത്തത് 2 റേഡിയസും 2 ടാൻജന്റും, 2 റേഡിയസ് 2 ടാൻജന്റ്, ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്വാഡ്രിലാറ്ററൽ, ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ചക്രീയ ചതുർഭുജമാണ്. എന്താ ചക്രീയ ചതുർഭുജം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർകോണുകൾ അനുപൂരകമാണ്. അനുപൂരകം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയ 180 ഡിഗ്രി കിട്ടിയിരിക്കണം. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമ്മൾ ഇവിടെയുള്ള ആംഗിളും കൂട്ടിയ 180 കിട്ടിയിരിക്കണം. ഷുവർ ആണ്, ഡാം ഷുവർ. ഓക്കെ ആണല്ലോ. സോ ഇനി അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിൾ ഞാനിവിടെ ഇങ്ങനെ വരച്ചു, കണ്ടോ? ഇവിടെ തട്ടണില്ല കേട്ടോ, ഇവിടെയൊക്കെ ടാൻജന്റ് ആണെന്ന് കരുതിക്കോ. ഇപ്പൊ ഞാൻ സെൻട്രൽ ആംഗിൾ ഈ 3 പോയിന്റിലേക്കും വരച്ചു. ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ എത്രയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് 130 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, സർക്കിളുമൊക്കെ പോകണമെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും. ഇവിടെ എപ്പോഴും ഞാൻ ആലോചിക്കുക, ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. ടോട്ടൽ 4 ആംഗിളും കൂടി കൂട്ടിയ 180 ഇടണം. ഇത് 90 കാരം, കാരണം ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. ഇത് 90 കാരം. അപ്പൊ ഇത് 90 180 ആയി. 360 180 പോയി. ബാക്കിയുള്ള 180 എവിടെ കാരം? ഇപ്പൊ 130ക്ക് എത്ര കൂട്ടിയാലും 180 വരിക? 50 അല്ലേ? മറക്കരുത്. ഇനി ഇവിടെ ഒരു ടാൻജന്റ് വന്നാൽ, ഇവിടെ ഒരു കോഡ് വന്നാൽ നിങ്ങൾക്ക് അറിയാം ഇത് എത്രയ്ക്കാരം എന്നുള്ളത്. സെൻട്രൽ ആംഗിളിന്റെ പകുതി. ഈ 130ന് വെല്ലിപ്പ പെരുന്നാൾ പൈസ കൊടുക്കണം. ഈ 2 ആക്കം കൊടുക്കുക. 65. അതിൽ വിട്ടുപോയൊരു നിർമ്മിതി കൂടി, കൺസ്ട്രക്ഷൻ 4. ദിസ് ഇസ് ദ ലാസ്റ്റ് ടോപ്പിക്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ, അഥവാ റേഡിയസ് 3 സെന്റിമീറ്റർ ഒരു സർക്കിൾ വരക്കണം. എന്നിട്ട് ഈ സർക്കിളിന്റെ ടാൻജൻസ് അഥവാ സർക്കിളിൽ തൊടുന്ന വരകൾ യൂസ് ചെയ്ത് നമ്മളൊരു ട്രയാങ്കിൾ വരക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ടച്ചിങ് ദ സർക്കിൾ വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ലൈൻസ് അഥവാ ടാൻജൻസ് ആണ്. പിന്നെ ട്രയാങ്കിളിന്റെ ആംഗിൾസും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ നമുക്കറിയുന്നൊരു കാര്യമാണ്, ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സെൻട്രൽ ആംഗിൾ ഇവിടെ റേഡിയസിന്റെ അടിയത്ത് ഈ സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ ടാൻജന്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ അതിന്റെ സപ്ലിമെന്ററി ആയിരിക്കും, 80 ആയിരിക്കും. ഇത് രണ്ടും കൂട്ടി 180 കിട്ടണം നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ്സ് 50, 70, 60 ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഒരു 50 കിട്ടണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ എത്ര എടുക്കണം? അതിന്റെ സപ്ലിമെന്ററി എടുക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ. സർക്കിളിന്റെ ഉള്ളിലാണ് ട്രയാങ്കിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണോ ആംഗിൾ അതിന്റെ ഡബിൾ ആണ് എടുക്കേണ്ടി വരിക. പക്ഷെ ഇവിടുത്തെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഡബിൾ അല്ല, ഇവിടെ എത്രയാണോ ട്രയാങ്കിളിന്റെ ആംഗിൾസ് കിട്ടേണ്ടത് അതിന്റെയൊക്കെ സപ്ലിമെന്ററി ആംഗിൾ, അനുപൂരക കോണ് അഥവാ 150 നിന്ന് കുറച്ചാൽ കിട്ടുന്ന ബാക്കിയുള്ള കോണാണ് എടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണേ. അപ്പൊ ഇതിൽ വരയ്ക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 3 സെന്റിമീറ്റർ ഒരു സർക്കിൾ വരക്കണം. അപ്പൊ യു ഷുഡ് ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെന്റിമീറ്റർ. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾസ് 50 ഡിഗ്രി, 70 ഡിഗ്രി ആൻഡ് പിന്നെ എന്തായാലും 60 ഡിഗ്രി ആയിരിക്കും. ഏതെങ്കിലും രണ്ടെണ്ണം തന്നാലും മതി. അപ്പൊ ഇതിന്റെ ഇതാണ് ആംഗിൾസ്. നമുക്ക് ആംഗിൾസ് അല്ല വേണ്ട, സെൻട്രൽ ആംഗിൾസ് ആണ് വേണ്ടത്. സെൻട്രൽ ആംഗിൾ വരുമ്പോൾ 50 വരണം എന്നുണ്ടെങ്കിൽ ടാൻജന്റിന്റെ കേസ് ആയതുകൊണ്ട് സപ്ലിമെന്ററി ആംഗിൾ ആണ് സെൻട്രൽ എടുക്കേണ്ടത്, മറക്കേണ്ടത്. അത് കാണാതെ പഠിച്ചാൽ മതി. 130. 70ന്റെ സപ്ലിമെന്ററി ആംഗിൾ പറയുമ്പോൾ 70ക്ക് എത്ര കൂട്ടിയാൽ 150, 110. ഇവിടെ പിന്നെ ഡബിളും സപ്ലിമെന്ററി ഒക്കെ സെയിം തന്നെയാണ്. ഈ 3 ആംഗിൾസ്. അപ്പൊ നമ്മൾ എന്താ ഇടണം? ആദ്യം റേഡിയസ് നമ്മൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പ്രൊട്ടാക്ടർ, ഈ ഒരു പോയിന്റിൽ പ്രൊട്ടാക്ടർ പ്ലോട്ട് ചെയ്യുക. പ്രൊട്ടാക്ടർ ഒക്കെ അറിയില്ലേ? സോ ഈ ലൈൻ ഇങ്ങോട്ടാണ് പോണത്. അപ്പൊ ഇവിടെ നിന്ന് 0, 10, 20, 30, 40 എന്ന് പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് സെൻട്രൽ ആംഗിൾ 130 ആണ് എടുക്കേണ്ടത്. അപ്പൊ 130 ഡിഗ്രിന്റെ അവിടെ പ്ലോട്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക. ഈ ഒരു ഭാഗമായി. ഇനി നമ്മൾ എന്താ കിട്ടുക? ഈ ഒരു ലൈനുമ്മ പ്രൊട്ടാക്ടർ വെക്കുക, അഥവാ പ്രൊട്ടാക്ടറിന്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് പ്രൊട്ടാക്ടർ. ഇത് ഇവിടെ 0, ഇവിടെ 180. ഓക്കെ ആണല്ലോ. ലൈൻ ഇങ്ങോട്ടല്ലേ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം. 0, 10, 20, 30, 40 ഇങ്ങനെ ആയിരിക്കും പ്രൊട്ടാക്ടർ വരുന്നുണ്ടാകുക. ഇതിൽ 110 ഡിഗ്രി, കാരണം അടുത്ത സെൻട്രൽ ആംഗിൾ 110 ആണ്. അപ്പൊ നമ്മൾ എന്താ കിട്ടുക? 110 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ലൈൻ വരക്കുന്നു. ഇപ്പൊ രണ്ട് ഭാഗമായില്ലേ? 1, 2, 3. ഇത് പിന്നെ കാണാതെ അറിയാം, കാരണം ഇത് 130, ഇത് 110 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് 120. കാരണം ടോട്ടൽ 360 ഡിഗ്രി മറക്കരുത്. അപ്പൊ ഇത് വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ വരച്ചതിന് ശേഷം ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടാവും. ഈ പോയിന്റുകളിലൊക്കെ ഇടയ്ക്ക് കടന്നു പോകുന്ന ടാൻജൻസ് ആണ് വരക്കേണ്ടത്. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ്, ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ്, ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ്. ഓക്കെ ആണല്ലോ. സോ ഇതിങ്ങനെ നീട്ടിപ്പോകേണ്ടി വരും. സോ ചിത്രം എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 പോയിന്റ് ഉണ്ട്. ഇതിലൂടെയുള്ള ടാൻജന്റ് ഇത് വരച്ചു, ഇതിലൂടെയുള്ള ടാൻജന്റ് ഇത് അവിടെ വരച്ചു, ഇതിലൂടെയുള്ള ടാൻജന്റ് ഇവിടെ വരച്ചു. അങ്ങനെ 3 ടാൻജന്റുകൾ പുറത്തു വരും. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതൊന്ന് ഓർക്കണേ.